വെളിച്ചമാണ് തിരുദൂതർ. പുസ്തകവായന. രചന GK എടത്തനാട്ടുകര. പ്രസാധനം ഡയലോഗ് സെന്റർ കേരള. വിതരണം IPH ബുക്സ്. അധ്യായം 13. വഴിത്തിരിവ് ദിനം. അങ്ങപ്പുറത്ത് മക്കയിൽ മദീന ആക്രമിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അവിടെ ഖുറൈശികളുടെ നേതാവ് അബൂ സുഫിയാനാണ്. മക്കയിലെ ധനികനായ കച്ചവടക്കാരനാണ് അബൂ സുഫിയാൻ. അദ്ദേഹം പ്രവാചകന്റെ പിതൃവ്യപുത്രനും ഇസ്ലാമിന്റെ കഠിന ശത്രുവുമായിരുന്നു. അബൂ സുഫിയാൻ സിറിയയിലേക്ക് കച്ചവടാവശ്യാർത്ഥം പോയിരിക്കുന്നു. കൂടുതൽ ആയുധങ്ങൾ ശേഖരിക്കലും സഹായങ്ങൾ തേടലും ലക്ഷ്യമായിരുന്നു. ആ സന്ദർഭത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് അബൂജഹലാണ്. കലഹപ്രിയനായ അബൂജഹൽ ഖുറൈശികളുടെ നേതൃത്വത്തെ ചൊല്ലി കലാപം കൂട്ടി. പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും ഉത്ബയാണ് യഥാർത്ഥത്തിൽ നേതൃത്വത്തിനർഹൻ. അബൂജഹൽ പക്ഷേ അതിന് വഴങ്ങിയില്ല. തീവ്ര നിലപാടുകളുമായി മുന്നോട്ടു പോയി. പല കാരണങ്ങളാൽ ഉത്ബയും ഷെയ്ബയുമടക്കം പലരും യുദ്ധപ്പുറപ്പാടിൽ അറച്ചുനിന്നു. എന്നാൽ അബൂജഹലും കൂട്ടരും ഇളക്കിവിട്ട വികാരത്തള്ളിച്ചയിൽ പലരും അറിയാതെ അതിൽ അണിചേരുകയാണ് ചെയ്തത്. ഇതിനിടയിൽ ഖുറൈശികളുടെ നീക്കങ്ങൾ അറിയാൻ പ്രവാചകൻ പല അന്വേഷണ സംഘങ്ങളെയും നിയോഗിച്ചു. അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ മക്കയ്ക്കും ത്വായിഫിനുമിടയിലുള്ള നഖ്ല മലഞ്ചെരുവിലേക്ക് അയച്ചു. എന്നാൽ നഖ്ലയിൽ അന്വേഷണ സംഘം ചില വ്യാപാരികളുമായി ഇടഞ്ഞു. സംഘട്ടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മാത്രമല്ല, സിറിയയിൽ നിന്ന് വരുന്ന അബൂ സുഫിയാന്റെ വ്യാപാര സംഘത്തെ മുസ്ലിങ്ങൾ ആക്രമിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന വാർത്തയും പ്രചരിച്ചു. അതോടെ മക്കയിലെങ്ങും പ്രതികാരദാഹം ആളിക്കത്തി. തുടർന്ന് 1000-ഓളം വരുന്ന സൈന്യവുമായി വമ്പിച്ച സന്നാഹങ്ങളോടെ ഖുറൈശികൾ മദീനയിലേക്ക് നീങ്ങി. 1600 പേർ പടയങ്കി ധരിച്ചവരാണ്. 100 അശ്വഭടന്മാരും 700 ഒട്ടകങ്ങളുമുണ്ട്. സർവായുധ സജ്ജരാണവർ. മദ്യവീപ്പകൾ മാത്രമല്ല, പാട്ടും നൃത്തവുമായി അടിമ സ്ത്രീകളുമുണ്ട് കൂടെ. പടയൊരുക്കം. മക്കക്കാരുടെ നീക്കങ്ങൾ അറിഞ്ഞ മദീനക്കാർ വല്ലാതെ പരിഭ്രമിച്ചു. പ്രവാചകൻ അനുയായികളെ വിളിച്ചുകൂട്ടി. എന്തു ചെയ്യണം, എങ്ങനെ നേരിടണം, ഈ കാര്യങ്ങൾ ചർച്ചയ്ക്കിട്ടു. കൂടിയാലോചനാ സദസ്സിൽ അബൂബക്കർ എഴുന്നേറ്റ് വിശദമായി സംസാരിച്ചു. പിന്നീട് ഉമർ അഭിപ്രായങ്ങൾ പറഞ്ഞു. ശേഷം ബാക്കിയുള്ളവർ അവരുടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ശത്രുക്കളെ നേരിടാം എന്ന കാര്യത്തിൽ എല്ലാവരും യോജിച്ചു. പക്ഷേ സംസാരിച്ചവരെല്ലാം മുഹാജിറുകളായിരുന്നു. അൻസാറുകളിൽ നിന്ന് ആരും അഭിപ്രായം പറഞ്ഞില്ല. പ്രവാചകൻ അൻസാറുകളുടെ നിലപാടറിയാൻ ആഗ്രഹിച്ചു. ഉടനെ തന്നെ ഔസ് ഗോത്ര നേതാവ് സഅദ് ഇബ്നു മുആദ് എഴുന്നേറ്റ് നിന്നു. അന്ന് താങ്കൾക്ക് ലഭിച്ച ദിവ്യബോധനം അനുസരിച്ചാണല്ലോ നാടുവിട്ടത്. ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ചു, അങ്ങയെ സത്യപ്പെടുത്തി. അങ്ങ് സമർപ്പിച്ചതെല്ലാം സത്യമാണെന്ന് സാക്ഷ്യം വഹിച്ചു. അങ്ങയെ ശ്രവിക്കാമെന്നതിനും അനുസരിക്കാം എന്നതിനും എല്ലാ ഉറപ്പും വാഗ്ദാനവും നൽകി. അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക. പ്രവാചകരെ, സത്യസന്ദേശവുമായി അങ്ങയെ നിയോഗിച്ചവനാണ് സത്യം. അങ്ങ് ഞങ്ങളെയും കൊണ്ട് ഈ കടലിൽ പ്രവേശിച്ചാൽ അങ്ങയോടൊപ്പം ഞങ്ങളും പ്രവേശിക്കും. ഒട്ടും വൈകാതെ പ്രവാചകന്റെ നേതൃത്വത്തിൽ പടയൊരുക്കം തുടങ്ങി. എല്ലാവരും ആവേശഭരിതരാണ്. കുട്ടികൾ വരെ സൈന്യത്തിൽ അണിചേരാൻ മത്സരിച്ചു. അങ്ങനെ പ്രതിരോധ സംഘം സജ്ജമായി. വിശ്വാസികളുടെ പക്ഷത്ത് കുട്ടികളടക്കം 313 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെയുള്ളത് 70 ഒട്ടകങ്ങളും 2 കുതിരകളും മാത്രം. ഭൗതിക വിഭവക്കുറവ് പക്ഷേ അവരുടെ ഇച്ഛാശക്തിയെ ദുർബലപ്പെടുത്തിയില്ല. സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസം അവരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിച്ചു. ബദറിലേക്ക്. അനുയായികളുമായി കൂടിയാലോചിച്ച് നല്ലൊരു സ്ഥലത്ത് തമ്പടിച്ചു. ശത്രുക്കൾ ആരൊക്കെയെന്ന് അന്വേഷിക്കാൻ ആളെ വിട്ടു. ശത്രുക്കളുടെ വിവരമറിഞ്ഞ പ്രവാചകൻ പ്രതികരിച്ചു. മക്കയുടെ കണ്ണും കരളുമൊക്കെ നിങ്ങളുടെ മുന്നിൽ ഒരുമിച്ചിരിക്കുന്നു. ഇതൊരു സാധാരണ ഏറ്റുമുട്ടലല്ല. സത്യവും അസത്യവും തമ്മിലുള്ള ആശയ സംവാദമല്ല ഇത്. ഇവിടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുക ആശയമല്ല, ആയുധമാണ്. സത്യമല്ല, ശക്തിയാണ്. ശക്തി കൂട്ടുന്ന എല്ലാ ഘടകങ്ങളും ശത്രു സഖ്യത്തിനുണ്ട്. സാധാരണഗതിയിൽ ഒരു യുദ്ധത്തിൽ ശക്തിയാണ് വിജയത്തിന്റെ അടിത്തറ. ആൾബലവും ആയുധബലവുമാണ് ശക്തിയുടെ പിൻബലം. ഇത് രണ്ടും ശത്രുക്കൾക്കുണ്ട്.
അങ്ങനെ നോക്കിയാൽ ശത്രുപക്ഷം വിജയിക്കാനേ ന്യായമുള്ളൂ. ഈ ന്യായം പറഞ്ഞ് പിന്തിരിയുകയോ, സത്യത്തിന്റെ കൈത്തിരിയേന്തി ചരിത്രത്തെ മുന്നോട്ട് നയിക്കണോ, പാതി വഴിയിൽ ഉപേക്ഷിക്കണോ എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. നേതൃത്വത്തിന്റെ പാടവവും അനുയായികളുടെ സന്നദ്ധതയും പരീക്ഷിക്കപ്പെടുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ സത്യമാർഗത്തിലെ നിർണായകമായ പരീക്ഷണ ഘട്ടമാണ് ഇത്. ദൈവസഹായം എന്ന അഭൗതിക പിന്തുണ കൊണ്ടല്ലാതെ വിജയസാധ്യത ഇല്ലേയില്ല. ഏറ്റുമുട്ടലിന്റെ ഈ നിർണായക സ്വഭാവം അറിയുന്ന പ്രവാചകൻ ദൈവത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പടച്ചവനെ, വിശ്വാസികളുടെ ഈ ചെറിയ സമൂഹം ഇന്ന് നശിക്കാനിട വന്നാൽ നിന്നെ മാത്രം വണങ്ങി വഴങ്ങാനും ലോകത്ത് നിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ആരും തന്നെ അവശേഷിക്കുകയില്ല. മദീനയിൽ നിന്ന് ഏതാണ്ട് 50 മൈൽ അകലെയാണ് ബദർ. പ്രവാചകൻ അനുയായികളുമായി ബദറിലേക്ക് നീങ്ങി. ഏറ്റുമുട്ടൽ. പുണ്യമാസമായ റമളാൻ 17-നാണ് ഏറ്റുമുട്ടൽ നടന്നത്. തുടക്കം 300 പേർ പങ്കെടുത്ത സംഘടനകളായിരുന്നു. അതാണ് അന്നത്തെ യുദ്ധരീതി. ഏറ്റുമുട്ടൽ പുരോഗമിച്ചു. ശത്രു സഖ്യത്തിലെ ചില നേതാക്കൾ വധിക്കപ്പെട്ടു. ക്രമേണ കൂട്ടമായ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങി. സംഘടനം ശക്തിപ്പെട്ടു. പലരും വധിക്കപ്പെട്ടു. പലർക്കും പരിക്കുപറ്റി. ഖുറൈശികൾ പരിഭ്രാന്തരായി. പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നവർക്ക് ബോധ്യമായി. അതോടെ ബാക്കിയുള്ളവർ നാലുപാടും ചിതറിയോടി. ഖുറൈശി പക്ഷത്ത് നിന്ന് 70 പേർ വധിക്കപ്പെട്ടു. അത്രയും പേരെ ബന്ദികളാക്കുകയും ചെയ്തു. വിശ്വാസികളിൽ നിന്ന് 22 പേരാണ് വധിക്കപ്പെട്ടത്. അബൂജഹൽ, ഉമയ്യത്ത്, ഉത്തുബ, ഷെയ്ബ തുടങ്ങിയ പല നേതാക്കളും ഖുറൈശി പക്ഷത്ത് നിന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ നേതൃനിരയാണ് ശൂന്യമായത്. ഖുറൈശി അഹങ്കാരത്തിനേറ്റ കടുത്ത പ്രഹരമായിരുന്നു അത്. വിശ്വാസികളുടെ ഈ വിജയത്തിന്റെ രഹസ്യം ഭൗതികമായ കണക്കുകൂട്ടലുകൾക്ക് വഴങ്ങില്ല. കാരണം ശത്രു സൈന്യത്തിന്റെ അംഗബലം 3 ഇരട്ടിയായിരുന്നു. മറ്റു സജ്ജീകരണങ്ങളും വിശ്വാസികൾക്ക് കുറവായിരുന്നു. ശക്തിയും തമ്മിലല്ല ഇവിടെ ഏറ്റുമുട്ടിയത്, സത്യവും ശക്തിയും തമ്മിലാണ്. ഇവിടെ സത്യത്തെ വിജയിപ്പിക്കൽ ദൈവനിശ്ചയമാണ്. അതുകൊണ്ടാണ് വിജയിച്ചത്. ഇക്കാര്യം ദിവ്യബോധനത്തിലൂടെ അറിയിച്ചതായി ഖുർആനിൽ കാണാം. ബദർ ദിനത്തെ വഴിത്തിരിവ് ദിനം എന്ന് ഖുർആനിലൂടെ ദൈവം വിശേഷിപ്പിച്ചിട്ടുമുണ്ട്. വഴിത്തിരിവ് ദിനം എന്ന് വിശേഷിപ്പിച്ചത് വെറുതെയല്ല. ബദറിലെ വിജയത്തോടുകൂടി ഇസ്ലാമിന്റെ ദൈവികതയാണ് സ്ഥാപിതമായത്. മക്കയിൽ നിന്ന് യുദ്ധത്തിനായി പുറപ്പെടും മുമ്പ് ഖുറൈശികൾ കഅബയിൽ പോയി സത്യമാർഗത്തിന് വിജയമുണ്ടാവാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിനാൽ അത് സത്യത്തിന്റെ വിജയമാണെന്ന് ഖുറൈശികളിൽ ചിലർക്ക് തോന്നിത്തുടങ്ങി. മാത്രമല്ല, ഇസ്ലാം അജയ്യ ശക്തിയാണെന്നും വ്യക്തമായി. അതോടെ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഇസ്ലാമിന്റെ വളർച്ചയുടെ ഭൂപടം മന്ദഗതിയിൽ നിന്ന് ദ്രുതഗതിയിലേക്ക് മാറിമറിഞ്ഞു. കണ്ണ് തുറപ്പിക്കുന്ന മാതൃക. ഏതൊരു സമൂഹത്തിന്റെയും യഥാർത്ഥ സംസ്കാരം വെളിപ്പെടുക സമാധാന സന്ദർഭത്തിലല്ല, യുദ്ധ സന്ദർഭത്തിലാണ്. നന്നായി പെരുമാറുന്ന ഒരാളോട് തിരിച്ചും നന്നായി പെരുമാറാം. അത് ഏതൊരാൾക്കും കഴിയുന്ന കാര്യമാണ്. അതല്ല, ഒരാളുടെ വ്യക്തി മഹത്വത്തെ അളക്കാനുള്ള മാനദണ്ഡം മോശമായി പെരുമാറുന്ന ആളോട് നന്നായി പെരുമാറുന്നതാണ്. ഒരു സമൂഹത്തിന്റെ മഹത്വം അളക്കുന്നതിനും ഈ മാനദണ്ഡത്തിന് പ്രസക്തിയുണ്ട്. പ്രവാചകന്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധാനന്തര നടപടിക്രമങ്ങൾ അന്നും ഇന്നും മനുഷ്യർക്ക് മാതൃകയാണെന്ന് കാണാം. യുദ്ധക്കളത്തിൽ ബന്ധുക്കൾ ഇട്ടേച്ചു പോയ ശത്രുക്കളുടെ മൃതദേഹങ്ങളുണ്ട്. പ്രവാചക നിർദ്ദേശപ്രകാരം എല്ലാം വളരെ മാന്യമായിട്ടാണ് സംസ്കരിച്ചത്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ മാന്യമായി സംസ്കരിക്കാൻ മാത്രമല്ല പ്രവാചകൻ നിർദ്ദേശം നൽകിയത്, യുദ്ധത്തടവുകാരെ മാന്യമായി സൽക്കരിക്കാൻ കൂടിയാണ്. തടവുകാർക്ക് ഗോതമ്പും യവവും കൊണ്ടുള്ള വിഭവങ്ങൾ നൽകി അവർ ഈത്തപ്പന മാത്രം കഴിച്ച് വിശപ്പടക്കുന്ന സന്ദർഭങ്ങൾ വരെയുണ്ടായി. ലോകപ്രശസ്ത ചരിത്രകാരൻ വില്യം മൂർ ഇത് സംബന്ധമായി പറഞ്ഞു: മുഹമ്മദിന്റെ നിർദ്ദേശമനുസരിച്ച് മദീനയിലെ പൗരന്മാരും സ്വന്തം വീടുകൾ ഉണ്ടായിരുന്ന മുഹാജിറുകളും യുദ്ധത്തടവുകാരെ സ്വീകരിക്കുകയും അവരോട് വലിയ പരിഗണന കാണിക്കുകയും ചെയ്തു. ഈ തടവുകാരിൽ ഒരാൾ പിൽക്കാലത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു: മദീനയിലെ ആളുകൾക്ക് അനുഗ്രഹമുണ്ടാകട്ടെ. അവർ കാൽനടയായി സഞ്ചരിച്ച് ഞങ്ങളെ ഒട്ടകപ്പുറത്ത് കയറ്റി, ഞങ്ങൾക്ക് ഗോതമ്പ് റൊട്ടി നൽകി. എന്നിട്ടവർ ഈത്തപ്പഴം കൊണ്ട് സ്വയം തൃപ്തിപ്പെട്ടു. സാധാരണയായി വിജയികൾ പരാജിതരുടെ മേൽ പയറ്റുക പൈശാചികതയാണ്. കാരണം അവരെ നയിക്കുക അഹങ്കാരമാണ്. മനുഷ്യ ചരിത്രം അന്നും ഇന്നും അങ്ങനെയാണ്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. വിജയശ്രീലാളിതരായ സൈന്യം പ്രവാചകന്റെ നേതൃത്വത്തിൽ മദീനയിലേക്ക് തിരിച്ചു. ബാൻഡുവാദ്യങ്ങളുടെ അകമ്പടിയില്ല. കൃതജ്ഞത കൊണ്ട് വിനയാന്യതരാണ്. മസ്ജിദുൻ നബവിയിൽ ചെന്ന് ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുകയാണ് അവർ ചെയ്തത്. മനുഷ്യലോകത്ത് ഇത് സാധാരണ രീതിയല്ല.
അസാധാരണ രീതിയാണ്. ഈ അസാധാരണത്വമാണ് പ്രവാചകനെ അന്നും ഇന്നും പ്രകാശം പരത്തുന്ന മഹാനാക്കുന്നത്. ഫലസ്തീൻ ഇന്ന് യുദ്ധഭൂമിയാണ്. ഇന്നത്തെ ഫലസ്തീൻ പോരാളികൾക്കും മാതൃക അന്നത്തെ പ്രവാചകനാണ്. ഫലസ്തീൻ പോരാളികൾ ഇസ്രയേൽ ബന്ദികളോട് പെരുമാറിയത് ലോകം കണ്ടതാണ്. ബന്ദിമോചനം നടന്നപ്പോൾ എത്ര സന്തോഷത്തോടെയാണ് അവർ യാത്ര പറഞ്ഞു പോയത്. ബന്ദികളെ ബന്ധുക്കളെ പോലെ സൽക്കരിക്കുന്ന ഈ സംസ്കാരത്തിന്റെ പ്രചോദനം പ്രവാചകനാണ്. അതേസമയം എല്ലാ അർത്ഥത്തിലും വികസനം നേടിയ ഇസ്രയേൽ ഫലസ്തീൻ ബന്ദികളോട് കാണിച്ച ക്രൂരതകളും ലോകം കണ്ടു. എത്ര ക്രൂരമായാണ് അവർ മനുഷ്യരോട് പെരുമാറുന്നത്. നിരപരാധികളായ സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും ഇസ്രയേൽ കാണിക്കുന്ന ക്രൂരതകൾക്ക് കയ്യും കണക്കുമില്ല. ഓട്ടിസം ബാധിച്ച 24-കാരനെ മാതാവിന്റെ മുന്നിലിട്ട് വേട്ടപ്പട്ടിയെ കൊണ്ട് കടിച്ചു കീറി കൊലപ്പെടുത്തിയ സംഭവം വരെ നടന്നു കഴിഞ്ഞു. എന്നിട്ടും ഫലസ്തീൻ പോരാളികൾ ഇസ്രായേൽ ബന്ദികളോട് ഏറ്റവും നന്നായി പെരുമാറുന്നു. ഇന്ന് ഇതിനുള്ള പ്രചോദനം അന്ന് പ്രവാചകൻ ചൊരിഞ്ഞ പ്രകാശമാണ്. ഇതാണ് അന്നത്തെ പ്രവാചക മാതൃക ഇന്ന് പഠന വിധേയമാക്കുന്നതിന്റെ പ്രസക്തി. മനുഷ്യൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കേണ്ട മര്യാദകൾ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതയാത്രയിലെ വിവിധ വളവു തിരിവുകളിൽ ട്രാഫിക് നിയമങ്ങൾ പോലെ ഓരോന്നോരോന്നായിട്ടാണ് നിയമങ്ങൾ നൽകപ്പെട്ടത്. യുദ്ധത്തെ അഭിമുഖീകരിച്ചപ്പോൾ യുദ്ധ നിയമങ്ങളും പഠിപ്പിച്ചു. യുദ്ധം സമാധാനത്തിന്. ഇസ്ലാമിന്റെ ലക്ഷ്യം യുദ്ധമല്ല, സമാധാനമാണ്. ഒരു കവർച്ചക്കാരൻ ആയുധമെടുക്കുന്നത് പോലെയല്ല ഒരു ഡോക്ടർ ആയുധമെടുക്കുന്നത്. കവർച്ചക്കാരന്റെ ലക്ഷ്യം മനുഷ്യനെ കൊല്ലലാണ്, രക്ഷിക്കലല്ല. ഡോക്ടറുടെ ലക്ഷ്യം മനുഷ്യനെ രക്ഷിക്കലാണ്, കൊല്ലലല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ രക്ഷയും സമാധാനവും ലക്ഷ്യമായ പ്രവാചകൻ യുദ്ധരംഗത്തും മര്യാദകൾ പഠിപ്പിച്ചു. അനുചരന്മാർ അത് പ്രയോഗത്തിൽ വരുത്തി. പ്രവാചകന്റെ വിയോഗാനന്തരം ആദ്യത്തെ ഖലീഫയായത് അബൂബക്കറാണ്. അദ്ദേഹം ഒരു യുദ്ധ സാഹചര്യത്തിൽ അന്ന് സൈന്യത്തിന് നൽകിയ 10 നിർദ്ദേശങ്ങളുണ്ട്. അവ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ കവാടത്തിൽ തങ്കലിപികൾ കൊണ്ട് എഴുതി വെക്കാൻ മാത്രം പ്രസക്തമാണെന്ന് കാണാം. നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നവരെ വധിക്കരുത് എന്ന് ആദ്യം ഉപദേശിച്ചു. ശേഷം തുടർന്നു, ഞാൻ നിങ്ങളോട് 10 കാര്യങ്ങൾ വസിയത്ത് ചെയ്യുകയാണ്. സ്ത്രീകളെ വധിക്കരുത്, കുട്ടികളെ കൊല്ലരുത്, വൃദ്ധരെ കൊലപ്പെടുത്തരുത്, ഫലവൃക്ഷങ്ങൾ മുറിക്കരുത്, വീടുകൾ നശിപ്പിക്കരുത്, ഭക്ഷിക്കാനല്ലാതെ മൃഗങ്ങളെ അറുക്കരുത്, ഈത്തപ്പനകൾ നശിപ്പിക്കരുത്, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ ചതിക്കരുത്, ഭീരുത്വം കാണിക്കരുത്. നിർബന്ധിതാവസ്ഥയിൽ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ പാലിക്കേണ്ട മര്യാദകളാണ് ഇതൊക്കെയും. ഇതുമാത്രമല്ല, ശത്രുക്കളോട് സന്ധിക്ക് സാധ്യതയുണ്ടെങ്കിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. ശത്രു നിരായുധനാണെങ്കിലും ഏറ്റുമുട്ടാൻ പാടില്ല. സന്മാർഗത്തിന്റെ പ്ലാറ്റ്ഫോം. വിശ്വാസികൾ ഏർപ്പെട്ട ആദ്യത്തെ സായുധ പോരാട്ടമായിരുന്നു ബദറിൽ നടന്നത്. ഈ പോരാട്ടത്തിൽ അവർക്ക് നേരിടേണ്ടി വന്നത് സ്വന്തം ബന്ധുമിത്രാദികളെയായിരുന്നു. സംഘടനകൾ പൊതുവിൽ സ്വന്തക്കാരോടല്ല അന്യരോടാണ് ഉണ്ടാവുക. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. കാരണം ബദറിൽ നടന്നത് വർഗീയ ലഹളയോ സാമുദായിക സംഘടനമോ ആയിരുന്നില്ല. അവിടെ നടന്നത് സന്മാർഗവും ദുർമാർഗവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അത് സത്യവും അസത്യവും തമ്മിലായിരുന്നു, ധർമ്മവും അധർമ്മവും തമ്മിലായിരുന്നു. സത്യാസത്യങ്ങളുടെയും ധർമാധർമ്മങ്ങളുടെയും അതിര് നിർണയിക്കുക കുടുംബം, ഗോത്രം, സമുദായം, ജാതി തുടങ്ങിയ പാരമ്പര്യ സത്വങ്ങളല്ല. വായു പോലെ, വെള്ളം പോലെ, വെളിച്ചം പോലെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് സന്മാർഗം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണവ. സ്വയം തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ സന്മാർഗത്തിന്റെ അവകാശിയാവുക, പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അതിനർത്ഥം സന്മാർഗത്തിന്റെ പ്ലാറ്റ്ഫോം ജാതി, സമുദായം പോലെയുള്ള പാരമ്പര്യ കൂട്ടങ്ങളല്ല, സത്യമാർഗത്തെ തിരഞ്ഞെടുക്കുന്നവരുടെ മാത്രം കൂട്ടായ്മയാണ്. മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഈ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. പ്രവാചകന്മാരെ നിയോഗിച്ചത് സത്യം, ധർമ്മം, നീതി തുടങ്ങിയ സകല മൂല്യങ്ങളെയും മാനദണ്ഡമാക്കിയാണ്. അതുകൊണ്ട് തന്നെ കുടുംബം, ഗോത്രം, സമുദായം, ജാതി പോലുള്ളവ വിശ്വാസികൾക്ക് പക്ഷം ചേരാൻ ന്യായമാവുകയില്ല. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 135-ാം വാക്യത്തിൽ ഇക്കാര്യം ഉണർത്തുന്നതിങ്ങനെ: സത്യവിശ്വാസികളെ, നിങ്ങൾ നീതിക്ക് സാക്ഷികളാവുക. അത് നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും എതിരാണെങ്കിലും ശരി. ഈ അർത്ഥത്തിൽ ധർമ്മത്തെ സ്ഥാപിക്കാനും അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാനും എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. 1,00,000-ലധികം എന്ന് പ്രവാചകൻ അതിനെ വിശദീകരിച്ചു പറഞ്ഞു. അവരുടെ ചരിത്രവും അധ്യാപനങ്ങളും വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഖുർആൻ സൂചന നൽകിയിട്ടുണ്ട്. ആരൊക്കെയാണവർ എന്ന് വ്യക്തമല്ല.
25 പ്രവാചകന്മാരെയാണ് ഖുർആൻ പേരെടുത്തു പറഞ്ഞത്. സത്യത്തിന്റെ പക്ഷത്ത് നിന്ന ലൂത്ത് നബിയുടെ ഭാര്യ മറുപക്ഷത്തായിരുന്നു. ധർമ്മത്തിന്റെ പക്ഷത്തായിരുന്ന നൂഹ് നബിയുടെ ഭാര്യയും മകനും അധർമ്മത്തിന്റെ പക്ഷത്തായിരുന്നു. നീതിയുടെ പക്ഷത്തായിരുന്ന ഇബ്രാഹിം നബിയുടെ പിതാവ് അങ്ങനെ ആയിരുന്നില്ല. ഈസാ നബി അഥവാ യേശു ക്രിസ്തുവും സത്യമാർഗത്തിലായിരുന്നു. ക്രിസ്തുവിന്റെ ശത്രുക്കൾ പക്ഷേ സ്വന്തം സമുദായക്കാർ തന്നെയായിരുന്നു. നന്ദി.